ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രന്ഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യും. അവൻ മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായത്തിലെ ഈ ആദ്യ വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യം നമുക്ക് പറഞ്ഞു തരുകയും, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. ദൈവികമായ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവികമായ ജ്ഞാനം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയും. എന്താ ഈ പൗരാണിക ജ്ഞാനം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ പൗരാണിക ജ്ഞാനമെന്ന് പറയുന്നത് എല്ലാ മാനുഷികമായ അറിവുകൾക്കും മനുഷ്യൻ്റെ സൃഷ്ടിക്കും പോലും മുമ്പേ ഉണ്ടായിരുന്നതും മനുഷ്യൻ്റെ സൃഷ്ടിയിലും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിയിലും വ്യാപരിച്ചതുമായ ദൈവത്തിൻ്റെ വചനം തന്നെയായ പൗരാണികമായ ജ്ഞാനം നാം പഠിക്കണം എന്ന് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ദൈവവചനം പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ള ഒരു വ്യക്തി എന്തു ചെയ്യും? പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും അതുപോലെ ഇതര ആത്മീയ രചനകൾ, ദൈവവചനത്തിലെ പുസ്തകങ്ങൾ, നിരവധി സാഹിത്യ രൂപത്തിലുള്ളതായ വിവിധ സാഹിത്യ രൂപത്തിലുള്ളതായ ഈ പുസ്തകങ്ങളിലെ ദൈവികമായ വചനങ്ങളെ പഠിക്കുവാനും അറിയുവാനും പരിശ്രമിക്കും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രന്ഥിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ വിശ്രുതരുടെ വാക്ക് തിരുസഭ നമ്മുടെ മുമ്പിൽ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ജീവിതത്തിൽ മാതൃകയാക്കുവാനും വേണ്ടി നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന, ചൂണ്ടിക്കാണിച്ചു തരുന്ന വിശ്രുതരുണ്ട്. ആരൊക്കെയാ വിശ്രുതർ? ഈശോയുടെ അപ്പസ്തോലന്മാരും അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും വിശുദ്ധരും വേദപാരംഗതരും ഒക്കെയായ വിശ്രുതർ. ഈ വിശുദ്ധരുടെയും വിശുദ്ധാത്മാക്കളുടെയും വേദപാരംഗതരുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുവാനും അവരുടെ ജീവിതങ്ങൾ അടുത്ത് അറിയുവാനും അവരുടെ ജീവചരിത്ര പുസ്തകങ്ങൾ വായിച്ച് അവരെ മനസ്സിലാക്കി അവരുടെ ജീവിത മാതൃക സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാനും പരിശ്രമിക്കുമ്പോൾ ഒരു വ്യക്തി വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രന്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്.
സ്നേഹമുള്ളവരെ, എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമം, ഒരു ആഗ്രഹം നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കേവലം നമ്മുടെയൊക്കെ നൈമിഷികമായ ആവേശങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും തോന്നലുകൾക്കും അനുസരിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുവാനും അറിയുവാനുമൊക്കെയുള്ള ഒരു പരിശ്രമമാണോ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്? അതോ യഥാർത്ഥത്തിൽ നാം അറിയേണ്ടതായ കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു പരിശ്രമം നമുക്കുണ്ടോ എന്ന് വചനം ഇന്ന് നമ്മെ നോക്കി ചോദിക്കുകയും. നാം ഓർക്കണം, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ തിമോത്തിയോസിനോട് പൗലോസ്ലീഹ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന ഈശോ മിശിഹായുടെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണ് എങ്കിലും അല്ല എങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇത്രയും പൗലോസ്ലീഹ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. ഇത്രയും നിഷ്ഠയോടെ വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക, ക്ഷമ കൈവിടാതെ പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇത്രയും പറയാൻ കാരണമിതാ, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം ഓർക്കണം, ഈ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ് പൗലോസ്ലീഹ തിമോത്തിയോസിന് ദൈവജനത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇന്ന് എന്നെയും നിങ്ങളെയും കുറിച്ച് വാസ്തവമായി മാറുന്നുണ്ടോ എന്ന ഒരു ജാഗരൂകതയോടെയുള്ള ആത്മശോധന ഓരോ നിമിഷവും ഓരോ ദിവസവും അനിവാര്യമാണ്. കേൾക്കാൻ ഇമ്പമുള്ള, അതാത് ദിവസത്തിൻ്റേതെന്ന് തോന്നുന്ന, നൈമിഷികമായ ആവേശം തോന്നിക്കുന്ന കാര്യങ്ങൾ പല ഉറവിടങ്ങളിൽ നിന്നും, പല ചാനലുകളിൽ നിന്നും, പല മാധ്യമങ്ങളിൽ നിന്നും ഇങ്ങനെ കുത്തൊഴുകി പുറത്തേക്ക് വരുമ്പോൾ അവയുടെ നേരെ ചെവിയും കണ്ണും കൂർമ്മിപ്പിച്ച് കാത്തിരിക്കുവാൻ, കുത്തിയിരിക്കുവാൻ നമുക്കൊരു മടുപ്പും മനഃശാഞ്ചല്യവും അനുഭവപ്പെടാതിരിക്കുമ്പോൾ, ദൈവവചനം ദേവാലയത്തിലും മാധ്യമങ്ങളിലും പ്രഘോഷിക്കപ്പെടുമ്പോൾ 8 മിനിറ്റോ 10 മിനിറ്റോ ആകുമ്പോൾ നമുക്ക് അരോചകമായി, മടുപ്പായി, അധികപ്പറ്റായി, അധിക പ്രസംഗമായി അനുഭവപ്പെടുമ്പോൾ, അർത്ഥശൂന്യമായ, കെട്ടുകഥ തുല്യമായ, മാനുഷികമായ ഭാവന കൽപ്പിതങ്ങളായ കാര്യങ്ങൾ മണിക്കൂറുകൾ നീണ്ടുപോയാലും, അതിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ എത്ര നീണ്ടുപോയാലും നമുക്കതിൽ ആവേശമാണ്. സ്നേഹമുള്ളവരെ, വചനം പറയുകയാ, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കുന്നില്ല. ദൈവവചനം കേൾക്കുമ്പോൾ അവർക്ക് അരോചകമായി മാറുന്നു. വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ അവർക്ക് അസ്വസ്ഥതയായി മാറുന്നു. കാലാതീതമായ ക്രൈസ്തവ വിശ്വാസത്തെ,
കാലോചിതമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ദൈവവചന വേദികൾ ഇന്ന് അരോചകമായി അസ്വസ്ഥതയായി മാറുകയും, എന്നാൽ അതാത് ദിവസത്തിൻ്റെ ആവേശമുണർത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കെട്ടുകഥകൾ, പലപ്പോഴും വ്യക്തികളുടെ വ്യക്തിപരമായ സ്ഥാപിത താല്പര്യങ്ങളുടെ ജൽപ്പനങ്ങൾ നമുക്ക് വളരെ സ്വീകാര്യതയുള്ള, ആവേശം ജനിപ്പിക്കുന്ന, എത്ര മണിക്കൂർ കണ്ടും കേട്ടും ഇരുന്നാലും മടുപ്പ് തോന്നാത്ത അവസ്ഥയിൽ നാം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ ഈ ദൈവവചനത്തിലെ ഈ മുന്നറിയിപ്പ്, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത് സ്വാർത്ഥകമായി മാറുന്നുവെന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. സ്നേഹമുള്ളവരെ, ഇവിടെയാ നാം ഓർക്കേണ്ടത് ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം, ദൈവികമായ ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം, ദൈവികമായ ഉന്നതമായ സ്വർഗീയമായ സ്വർഗത്തിൻ്റെ മധുരിമ നൽകുന്നതായ ദൈവിക ജ്ഞാനത്തിൻ്റെ ഒരു ദാഹം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണം. നമ്മൾ ഓർക്കണം, ബൈബിള് കഴിഞ്ഞാൽ മാനവ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ഏറ്റവും അധികം പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുകയും പ്രിൻ്റ് ചെയ്യപ്പെടുകയും വിറ്റഴിക്കപ്പെടുകയും ഒക്കെ ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് തോമസ് അക്കംബസിൻ്റെ ക്രിസ്താനുകരണം എന്ന പുസ്തകം. ഈ ക്രിസ്താനുകരണം എന്ന് പറയുന്ന ആ ചെറിയ പുസ്തകം അതിൽ തന്നെ 6 വോള്യങ്ങളുള്ള 6 ചെറു പുസ്തകങ്ങളുടെ സമാഹാരമാണ്. അതിൽ രണ്ടാമത്തെ പുസ്തകം മുഴുവൻ പറയുന്നത് നാം പാലിക്കേണ്ടതായ, ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മീയ ജീവിതത്തിൽ പാലിക്കേണ്ടതായ വിരഹത്തിൻ്റെതായ, വൈരാഗ്യത്തിൻ്റെതായ, വൈരാഗ്യമെന്ന് പറഞ്ഞാൽ നാം നമ്മുടെ സാധാരണ സാമാന്യ ഭാഷയിൽ പറയുന്ന വെറുപ്പിൻ്റെ വൈരാഗ്യമല്ല, രാഗം എന്നതിൻ്റെ വിപരീത പദമ വൈരാഗ്യം. രാഗം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വ്യക്തിയോടോ വസ്തുവിനോടോ ഉള്ള മനസ്സിൻ്റെ അതിഭ്രമത്തിനാണ് രാഗമെന്ന് പറയുന്നത്. അതിൻ്റെ വിപരീതമാണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ സമ്പത്തിനോടോ സ്ഥാനമാനങ്ങളോടോ സുഖസൗകര്യങ്ങളോടോ എനിക്കില്ലാത്തതായ ഒരിഷ്ടം, അതല്ലെങ്കിൽ ഞാൻ പാലിക്കുന്നതായ ഒരു ആന്തരിക അകൽച്ച, അതിനെയാണ് ഇവിടെ വൈരാഗ്യം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, തോമസ് അക്കംബസ് എന്ന് പറയുന്ന ആ മഹാനായ ദൈവിക ജ്ഞാനത്തിൻ്റെ ആ രചയിതാവ് ക്രിസ്താനുകരണം എന്ന പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ വോള്യത്തിൽ ഉടനീളം 12 അധ്യായങ്ങളിലായി പറഞ്ഞു വച്ചിരിക്കുന്നത് നാം നിഷ്ഠയോടെ പാലിക്കേണ്ടതായ ഈ ഒരു മനോഭാവത്തെക്കുറിച്ച്. അദ്ദേഹം പറയുകയാ, ഈശോ മാത്രം ജീവിതത്തിൻ്റെ സമ്പത്തായി, ഈശോ മാത്രം ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഹൃദമായി, ഈശോ മാത്രം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും സന്തോഷവും മാധുര്യവുമായി മാറുന്ന ഒരവസ്ഥ. ഈശോ ഇല്ലാതെ വേറെ എന്തെല്ലാം ഉണ്ട് എങ്കിലും നൈമിഷികമായ ഒരു സന്തോഷത്തിനപ്പുറത്ത് ജീവിതത്തിൻ്റെ കയ്പ് മാത്രമേ സമ്മാനിക്കൂവെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ ബാക്കിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശരിയല്ലേ, ഈശോ തന്നെ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 44, 45, 46 വാക്യങ്ങളിൽ മനോഹരമായ ഉപമകളിലൂടെ, 2 ഉപമകളിലൂടെ ഈശോ നമ്മോട് പറയുകയാ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. ആരാ? ഈശോയാകുന്ന നിധി കണ്ടെത്തുന്ന ഒരു വ്യക്തി, ഈശോയാകുന്ന ആ അനർഹമായ വിലമതിക്കാനാവാത്ത ആ നിധി തിരിച്ചറിയുന്ന ഒരു വ്യക്തി തനിക്കുള്ളതെല്ലാം വിൽക്കും, തനിക്കുള്ളതെല്ലാം വിലയായി നൽകാൻ തയ്യാറാ ആ നിധി സ്വന്തമാക്കാൻ വേണ്ടി. ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശോയെ സ്വന്തമാക്കുമ്പോൾ
വലിയ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുകയും ബാക്കിയെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ, ബാക്കിയെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് ഈശോയാകുന്ന നിധി എനിക്ക് സ്വന്തമാകുന്നത്. അങ്ങനെ ബാക്കിയെല്ലാം ഉപേക്ഷിക്കുക എന്ന ആ വില നൽകി സ്വന്തമാക്കുമ്പോൾ ആ അമൂല്യമായ സമ്പത്തിൻ്റെ ശ്രേഷ്ഠതയും ഔന്നത്യവും അതിൻ്റെ വലിയ മധുരമയും എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ആന്തരികതയിൽ അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ സാധിക്കുന്നത്. വചനം വീണ്ടും പറയുക, വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രത്നം വാങ്ങുന്നു, തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുകയും ഈ വിലമതിക്കാനാവാത്ത നിധിയും രത്നവുമായ ഈശോയെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടെത്തിയപ്പോൾ ആ ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി സകലതും നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. കാരണം എന്നാൽ എനിക്ക് ശരീരത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയും. സ്ലീഹ പറയുക, എനിക്ക് ഈ ലോകത്തിൽ ഈ ശരീരത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയും. സംശയമൊന്നും വേണ്ട. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെയെങ്കിൽ കൂടുതലായി എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ, ഹെബ്രോനിൽ ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ഈശോയെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ ഈശോയെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ഞാൻ സർവവും നഷ്ടമായി പരിഗണിക്കുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. ഇത് ഈശോയെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൻ്റെ ജ്ഞാനം തന്നെയായ, ദൈവത്തിൻ്റെ വചനം തന്നെയായ ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി സകലതും നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ നേർക്കാഴ്ചയാണ് നാം ഈ വചനഭാഗത്തിൽ വായിച്ചറിയുന്നത്. പൗലോസ് ശ്ലീഹ എല്ലാം നഷ്ടപ്പെടുത്തിയത് ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി, ഈശോയുടെ വചനം സ്വന്തമാക്കാൻ വേണ്ടി, ഈശോയുടെ വചനത്തിൻ്റെ സമ്പന്നത സ്വന്തം ആന്തരികതയിൽ സ്വന്തമാക്കാൻ വേണ്ടി, ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം സ്വന്തമാക്കാൻ വേണ്ടി, ആ ജ്ഞാനം ഈശോയെക്കുറിച്ചുള്ള ഈശോ തന്നെയായ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വന്തമാക്കി അത് ജീവിക്കുവാൻ വേണ്ടി ശ്ലീഹ എല്ലാം നഷ്ടപ്പെടുത്തി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ പൗലോസ് ശ്ലീഹ ഒരു നഷ്ടപ്പെട്ടവനായിരുന്നിരിക്കാം. ഈ ലോകത്തിൻ്റെ ഹ്രസ്വമായ നൈമിഷികമായ ക്ഷണികമായ വിലയിരുത്തലിൽ ശ്ലീഹ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചവനാണ്. അതെ, നമുക്കറിയാം, അവൻ അനുഗമിച്ചവനും അതുപോലെ തന്നെയാണ്. 33-ാമത്തെ വയസ്സിൽ 3 ആണ്ടുകളിൽ ഒരു കള്ളനെ പോലെ, ഒരു ദ്രോഹിയെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ 2 കുറ്റവാളികൾക്കിടയിൽ കിടന്ന് പെടഞ്ഞ് മരിച്ച, ലോകത്തിൻ്റെ ഹ്രസ്വമായ ദൃഷ്ടിയിൽ ഒരു പരാജയമായി മാറിയ ഈശോയെ അനുഗമിച്ച പൗലോസ് ശ്ലീഹായുടെ ജീവിതവും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു പരാജയമാണ്. പക്ഷെ സ്നേഹമുള്ള സഹോദരങ്ങളെ, 2 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും
ഈശോ ആ 3 ആണികളിൽ 33-ാമത്തെ വയസ്സിൽ ഇറമയെപ്പോലെ പെടഞ്ഞു മരിച്ച മിശിഹായും ആ മിശിഹായെ അനുഗമിക്കുവാൻ വേണ്ടി ജീവിതം നഷ്ടമാക്കി മാറ്റിയ പൗലോസ്ലീഹായും ഈ പൗലോസ്ലീഹായെപ്പോലെ തന്നെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് വിശുദ്ധാത്മാക്കളും ഇന്നും ചരിത്രത്തിൽ മായാതെ മറയാതെ അവശേഷിക്കുന്നുവെങ്കിൽ, ഇന്നും ചരിത്രതാളുകളിൽ പച്ചകടാതെ, മനുഷ്യ മനസ്സുകളിൽ പച്ചകടാതെ, അവരുടെ പ്രാർത്ഥനകളിലും വിചിന്തനങ്ങളിലും പ്രഘോഷണങ്ങളിലും പച്ചകടാതെ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, മാനവചരിത്രത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടിയ, വാളിൻ്റെ വായ്ത്തല കൊണ്ട് രാജ്യം കീഴടക്കുവാൻ വേണ്ടി എല്ലാം മറന്ന് കടന്നുപോയ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഈ ലോകത്തിൻ്റെതായ അറിവുകളുടെ മഹാരഥന്മാരുടെയും ഒക്കെ ചരിത്രമുണ്ട്. മാനവ ചരിത്രത്തിന് മറ്റൊരു മുഖമുണ്ട്. പക്ഷെ അവരെ നാം ആരും ഓർക്കുന്നില്ല. എന്തിന്? ഓരോ വർഷവും പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ വ്യക്തികളുണ്ടല്ലോ. നമുക്ക് ചിന്തിച്ചു നോക്കാം. നാമൊക്കെ പലപ്പോഴും പത്രത്തിൽ വായിക്കുന്ന പല ഉദാഹരണങ്ങൾ. പക്ഷേ വലിയ വലിയ നോബൽ പ്രൈസുകളോ അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സോ ഒക്കെയായി മാറുന്ന ലോകത്തിൻ്റെ മാധ്യമങ്ങളിലും ലോകത്തിൻ്റെ ചർച്ചകളിലും ലോകത്തിൻ്റെ വിലയിരുത്തലുകളൊക്കെ വലിയ സ്ഥാനങ്ങൾ നേടുന്നവർ, അവരുടെ ആരുടെയും പേരുകൾ നമ്മുടെ ആരുടെയും മനസ്സുകളിൽ നാം ഓർത്തിരിക്കാറില്ല. കഴിഞ്ഞ വർഷത്തെയോ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെയോ അല്ലെങ്കിൽ 5 വർഷം മുമ്പുള്ളതോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു GK ക്വിസിന് വേണ്ടി, ജർണോളജിൻ്റെ ക്വിസിന് വേണ്ടി നമ്മുടെയൊക്കെ കൊച്ചുകുട്ടികൾ കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കുമായിരിക്കും. അതിനപ്പുറത്ത് അവരെക്കുറിച്ചുള്ള സ്മരണകളൊന്നും ആരുടെയും മനസ്സുകളിലില്ല. എന്നാൽ ഈ ലോകത്തിൻ്റെ വിലയിരുത്തലുകളിൽ നഷ്ടമെന്ന് വിലയിരുത്തപ്പെടുന്ന ഈ വിശുദ്ധാത്മാക്കളൊക്കെ ഇന്നും സ്വർഗത്തിൻ്റെ തങ്കലിപികളാൽ മാനവചരിത്രത്തിൽ വിശുദ്ധാത്മാക്കളുടെ മനസ്സുകളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെയാ നാം മനസ്സിലാക്കേണ്ടത്. നാം വായിച്ചു കേട്ട വചനത്തിൻ്റെ വലിയ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയാ. ദൈവികമായ ജ്ഞാനത്തിന് വേണ്ടി ആരെല്ലാം അധ്വാനിച്ചിട്ടുണ്ടോ അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുവാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവികമായ ജ്ഞാനം സ്വീകരിക്കുന്നവർ, സ്വർഗീയമായ ജ്ഞാനത്താൽ നിറയുന്നവർ അവനവന് മാത്രമല്ല മറ്റുള്ളവർക്കും രക്ഷയായി, നന്മയായി, സ്വർഗീയമായ ജീവിതത്തിൻ്റെ വഴികാട്ടികളായി മാറുന്നു എന്നുള്ളതാണ്. അതേ സ്നേഹമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് തിരുസഭയുടെ ചരിത്രത്തിലെ ദൈവികമായ സ്വർഗീയമായ ജ്ഞാനം സ്വീകരിച്ച ഈ വിശുദ്ധാത്മാക്കൾ ആരും കേവലം കാര്യസാധ്യത്തിൻ്റെ, ഭൗതികമായ കാര്യസാധ്യത്തിൻ്റെ കുറുക്കുവഴികളല്ല. പിന്നെയോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും കൺമുമ്പിൽ ജീവിതമായി മാറിയ പുസ്തകങ്ങളാണ് അവരോരോരുത്തരും. ഈ ജീവിതങ്ങളെ പഠിക്കുന്നത് വഴിയായി, ഈ ജീവിതങ്ങളെ മാതൃകകളാക്കി മാറ്റുന്നത് വഴിയായി നമ്മുടെ ജീവിതം തന്നെ സ്വർഗീയമായി മാറുകയാണ്. ഈ സ്വർഗീയമായ ജീവിതത്തിലേക്ക്, ജീവിത ശൈലിയിലേക്ക് നമ്മെ കൈപിടിച്ച് നയിക്കുന്ന കൂട്ടുകാരായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധാത്മാക്കളെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും
വിശുദ്ധ ഡോൺ ബോസ്കോയുടെയും ഒക്കെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് നാം കാണുന്നത്. തിരുസഭയുടെ ചരിത്രത്തിലെ വിശുദ്ധാത്മാക്കളെ സ്വന്തം ജീവിതത്തിൽ കൂട്ടുകാരും മാതൃകകളുമാക്കി അവർ മാറ്റി എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൻ്റെ മാതാപിതാക്കൾക്ക് സാധിക്കണം സ്വന്തം ജീവിതത്തിൻ്റെ മാതൃകകളും സുഹൃത്തുക്കളുമാക്കി സഭയുടെ ചരിത്രത്തിലെ വിശുദ്ധരെ മാറ്റാൻ സാധിക്കണം. അങ്ങനെ മക്കൾക്ക് ആ വിശുദ്ധരെ കൂട്ടുകാരായി പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിശുദ്ധിയുടെ ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരുവാൻ സാധിക്കണം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നാം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.